ഹലോ ഗായ്സ്, എല്ലാവർക്കും സൊല്യൂഷൻ മേക്കർ എന്ന ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറേ നാളുകളായി ഇപ്പം യൂട്യൂബിലൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആമസോണിൽ അൺലിമിറ്റഡ് അക്കൗണ്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത്. സോ അതിങ്ങനെ ഇപ്പോൾ കുറേ വൈറലായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ, എങ്ങനെയാണെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ് നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. സോ അതിന് മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ നമ്മൾ നോക്കാൻ പോവുകയാണ് എങ്ങനെ അതിനകത്ത് അൺലിമിറ്റഡ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാൻ പോവുകയാണ്. സോ നമുക്കിപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ പറയുന്നത്, നമുക്ക് കുറച്ച് നാൾ മുമ്പ് വരെയാണെങ്കിൽ ആമസോണിൽ നമ്മൾ മൊബൈൽ നമ്പർ അത്ര കാര്യമായിട്ടില്ലായിരുന്നു, ഇമ്പോർട്ടൻ്റ് അല്ലായിരുന്നു. പിന്നെയാണ് ഇപ്പോഴാണ് മൊബൈൽ നമ്പർ അവർ കർശനമാക്കിയത്. നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആകത്തുള്ളൂ. അതിനെയല്ല, ഒരു നമ്പർ വെച്ച് ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, രണ്ടാമതൊരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അന്നേരമാണ് അൺലിമിറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അതെങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അൺലിമിറ്റഡ് അക്കൗണ്ട് നമുക്ക് കിട്ടുമോ അതോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ US നമ്പറൊക്കെ വെച്ച് പലരും സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉപയോഗിച്ച് പലരും അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ US നമ്പർ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ ഓഫേഴ്സുകളൊന്നും നമുക്ക് അതിനകത്ത് ലഭ്യമാകത്തില്ല. ഇന്ത്യൻ ഓഫേഴ്സുകൾ ലഭ്യമാകണമെങ്കിൽ ഇന്ത്യയിലെ നമ്പർ തന്നെ നമുക്ക് ആവശ്യമാണ്. അത് ഒരു നമ്പറിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നമ്പർ ഒന്നിൽ കൂടുതൽ വട്ടം നമുക്ക് ആമസോൺ അക്കൗണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നെങ്കിൽ മാത്രമേ ഇന്ത്യൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ ഓഫേഴ്സുകൾ നമുക്ക് ലഭ്യമാകുള്ളൂ, ഇന്ത്യൻ അഡ്രസ്സിൽ നമുക്ക് സാധനങ്ങൾ കിട്ടത്തുള്ളൂ. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ amazon.in നമ്മൾ പോകരുത്, amazon.com നമ്മൾ വരണം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കറിയാം amazon.com ഞാൻ വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ലോഗിൻ ചെയ്യുക, സാധാരണ സൈൻ ഇന്നോ ലോഗിൻ ചെയ്യുക. സോ നമുക്കിവിടെ അക്കൗണ്ട് പുതിയതായി ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമ്മളിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുക്കുന്നു. സോ അതിനുശേഷം നമ്മുടെ പേര് ഇവിടെ അടിക്കുക. ഇവിടെ 3 കാര്യങ്ങളുണ്ട്. നെയിം കൊടുക്കാം, അതുപോലെ തന്നെ മൊബൈൽ നമ്പറുണ്ട്, ക്രിയേറ്റ് പാസ്വേഡ്. സോ നമ്മൾ ഈ മൊബൈൽ നമ്പറിന് പകരം നമ്മളിവിടെ ഇപ്പോൾ മെയിലാണ് കൊടുക്കുന്നത്, നമ്മുടെ ഒരു മെയിലാണ് കൊടുക്കുന്നത്. സോ നമ്മളിവിടെ പേര് കൊടുക്കുന്നു, എന്തെങ്കിലും ഒരു പേരിടുക. അതിനുശേഷം നമ്മൾ ഇമെയിൽ ID അടിച്ചു കൊടുക്കുക. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് solutionmaker272@gmail.com എന്നുള്ളതാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ഇമെയിൽ അഡ്രസ്സിലൂടെ നമ്മൾ മുമ്പോട്ട് പോയാൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു ചെറിയ ട്രിക്ക് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഈ ഒരു കാര്യമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇമെയിൽ അഡ്രസ്സിൽ തന്നെ ഒത്തിരി അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോകൾ, ഹിന്ദിയിലുള്ള വീഡിയോസാണ്, കുറേ വീഡിയോകൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതിനകത്തൊരു ചെറിയ ട്രിക്ക് കാണിക്കാം. സോ ഇപ്പോൾ സൊല്യൂഷൻ മേക്കർ 272 എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനകത്ത് നമ്മളൊരു +1 കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്യുക. +1 കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എനിക്ക് ഓൾറെഡി ഈ സൊല്യൂഷൻ മേക്കർ 272 എന്ന് പറയുന്ന അക്കൗണ്ടിൽ എനിക്ക് ഓൾറെഡി ഒരു ആമസോൺ അക്കൗണ്ട് ഉള്ളതാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളൊരു +1 കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ നേരത്തെ യൂസ് ചെയ്ത ഏത് അക്കൗണ്ടിലേക്കാണോ ആ അക്കൗണ്ടിലേക്ക് തന്നെ OTP വരും. അതാണ് ഇതിനകത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്കത് മെയിൽ വെരിഫൈ ചെയ്ത് നോക്കാം, നമുക്ക് OTP വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം അടുത്ത പേജിലേക്ക് അവരൊരു ക്യാരക്ടർ അടിക്കാൻ ഇവിടെ പറയുന്നുണ്ട്. സോ നമ്മൾ ആ ക്യാരക്ടർ നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. അത് നമ്മൾ സെക്യൂരിറ്റി കൺസേൺ ആണ്. സോ അത് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ ഏത് അക്കൗണ്ടിലാണോ ആ അക്കൗണ്ടിലേക്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. യെസ്, അതേ ആ സെയിം അഡ്രസ്സിലേക്ക് തന്നെ ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു +1 ആഡ് ചെയ്തപ്പോൾ ആ സെയിം അഡ്രസ്സിലേക്ക് തന്നെ എനിക്ക് OTP വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, OTP ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് solutionmaker272@gmail.com ആണ്. പക്ഷേ അതിൻ്റെ കൂടെ +1 കൂടെ ഇവിടെ കാണാൻ ഒരു +1 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെയിം അഡ്രസ്സിലേക്ക് തന്നെ OTP വന്നു. സോ നമുക്ക് ഈ OTP അവിടെ അടിച്ചു കൊടുക്കാം. 384791 384791. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ആഡ് മൊബൈൽ നമ്പർ എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. യൂട്യൂബിൽ ഇപ്പോൾ പല വീഡിയോസും കാണുന്നത്
സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ച് നമ്മളിവിടെ നമ്പർ ക്രിയേറ്റ് ചെയ്തു. ആ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ആഡ് നമ്പർ കൊടുത്തു. അതിനുശേഷം ആ നമ്പറിലേക്ക് OTP വന്നാൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആകുന്നു എന്നുള്ളതാണ് നമുക്ക് യൂട്യൂബിൽ കാണുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇന്ത്യയിലുള്ള ഓഫറുകൾ നമുക്ക് അതിനകത്ത് ലഭ്യമാകത്തില്ല. അതിനുശേഷം നമ്മൾ നമ്പർ മാറ്റിയെന്ന് പറഞ്ഞാലും ഓൾറെഡി ഇതിനകത്തുള്ളൊരു നമ്പർ വെച്ച് ഒരിക്കലും ആമസോണിലെ ഇന്ത്യയിലെ അക്കൗണ്ടിനകത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ വീഡിയോകളെല്ലാം ഫേക്കാണ്. ഒരിക്കലും നമ്മൾ അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ നമ്പർ ഉപയോഗിച്ച് ഒരക്കൗണ്ട് മാത്രമേ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് വേണമെങ്കിൽ വേറെ മൊബൈൽ നമ്പർ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഒരു അക്കൗണ്ടിൽ ഒന്നിൽ കൂടുതൽ നമ്പറുകൾ ഒരു അക്കൗണ്ട് നമുക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട് നിങ്ങൾ പ്രാങ്ക് ആവരുത്. അവർ വെറുതെ ഫേക്ക് വീഡിയോസാണ് അവർ ഇറക്കി വിടുന്നത്. ഇതല്ലാതെ വേറൊരു രീതിയിലും കൂടെ വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ഇമെയിൽ അഡ്രസ്സുകൾ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ശരിയാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു, ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു. ആ സൊല്യൂഷൻ മേക്കർ 272 ഇപ്പോൾ +1 എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സിൽ വെച്ചാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ +1 മാറ്റി +2 നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ അഡ്രസ്സിലേക്ക്, എൻ്റെ പഴയ 272 സൊല്യൂഷൻ മേക്കർ 272 എന്ന് പറയുന്ന അഡ്രസ്സിലേക്ക് തന്നെ യൂട്യൂബ് പോവും. അടുത്തൊരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം ഇവിടെ കാണാൻ സാധിക്കും. മൊബൈൽ നമ്പർ അവർ ആഡ് ചെയ്യാൻ പറയും. പക്ഷേ ഒരിക്കലും ഇന്ത്യയിലെ മൊബൈൽ നമ്പർ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നേരത്തെ മൊബൈൽ നമ്പർ ഇല്ലാതെ ആമസോണിനകത്ത് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പറ്റത്തില്ല. സോ ഇതാണ് ഈ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. സോ ആരും നിങ്ങൾ ആ വീഡിയോ കണ്ട് ഫേക്ക് ആവരുത്. കാരണം പുതിയ അക്കൗണ്ടുകൾ ആളുകൾ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയ ഓഫറുകൾ പുതിയ അക്കൗണ്ടിൽ ലഭിക്കും. ക്യാഷ് ഓഫറുകൾ, അതുപോലെ റീചാർജ് ഓഫറുകൾ, അങ്ങനെയുള്ള ഒത്തിരി ഓഫറുകൾ പുതിയ അക്കൗണ്ടിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുതിയ അക്കൗണ്ടുകൾ എടുക്കാൻ ആളുകൾ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. സോ നിങ്ങൾ ആ വീഡിയോകളൊന്നും കണ്ട് ഫേക്ക് ആവരുത്. ഇന്ത്യയിലെ നമ്മളെക്കാളെല്ലാം വളരെ ബുദ്ധിമാന്മാരാണ് ആമസോണിൻ്റെ CEOയും കാര്യങ്ങളെല്ലാവരും. സോ അതുകൊണ്ട് അവരെ പറ്റിക്കാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അവർ നമ്മളെക്കാളെല്ലാം ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു വെബ്സൈറ്റിലൂടെ കോടിക്കണക്കിന് രൂപ അവരുണ്ടാക്കിയത്. സോ അതൊന്നും കണ്ട് നിങ്ങൾ പ്രാങ്ക് ആവരുത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആമസോണിലെ ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആമസോണിലെ ഫ്ലിപ്കാർട്ടിലും ന്യൂസുകളെ കുറിച്ചും ടെക്നിക്കലായിട്ടുള്ള എല്ലാ സൊല്യൂഷനുകളുമാണ് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകും. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, സ്റ്റേ സേഫ്.